TDS ഓൾഡ് റെജീമിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരാൾ എന്തുകൊണ്ട് ഡ്യൂ ഡേറ്റിൽ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യണം? കാരണം നമുക്ക് അറിയാം, ബിസിനസ് ഇൻകം ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് ഓൾഡ് സ്കീമും ന്യൂ സ്കീമും തമ്മിൽ സ്വിച്ച് ചെയ്ത് ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു വർഷം ന്യൂ സ്കീമിൽ ഫയൽ ചെയ്ത് അടുത്ത വർഷം ഓൾഡ് സ്കീമിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നാൽ നമുക്ക് ഇങ്ങനെ ഈ ഓപ്ഷൻ എക്സസൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ഡിഫോൾട്ട് ആയിട്ട് വരുന്നത് ന്യൂ സ്കീമാണ്. അപ്പം ഒരു വർഷം നമുക്ക് ന്യൂ സ്കീം അല്ല ഓൾഡ് സ്കീമിലാണ് ഫയൽ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്യൂ ഡേറ്റിന് മുൻപായിട്ട് തന്നെ ഫയൽ ചെയ്യണം. കാരണം ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഓൾഡ് സ്കീമിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഇല്ല. ഡിഫോൾട്ട് ആയിട്ട് ന്യൂ സ്കീമിൽ തന്നെ ആയിരിക്കും ഫയൽ ആകുന്നത്. അതായത് നമ്മൾ ഓൾഡ് സ്കീം TDS ഓൾഡ് സ്കീമിലാണ് കട്ട് ചെയ്തതെങ്കിൽ ഓൾഡ് സ്കീമിൽ ടാക്സ് കുറവായതുകൊണ്ടായിരിക്കുമല്ലോ ഓൾഡ് സ്കീമിൽ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ വർഷം നമ്മൾ കൃത്യമായിട്ട് ഡ്യൂ ഡേറ്റിന് മുൻപായിട്ട് തന്നെ ഫയൽ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ അതിന് ശേഷമാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ന്യൂ സ്കീമിലേക്ക് ചേഞ്ച് ആയി പോകുന്നതാണ്. അപ്പം അഡീഷണൽ ടാക്സ് വരാനുള്ള സാധ്യതയുണ്ട്. ഇൻകം ടാക്സിന്റെ FAQന്റെ അകത്ത് ഇത് കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്തിട്ടുള്ളതാണ്.